Let me discuss about signal modulation. Signal modulation is the process of converting one form of signal into another form of signal. ഒരു ഫോം ഓഫ് സിഗ്നലിനെ വേറെ ഫോം ഓഫ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. മിക്സിംഗ് ഓഫ് ലോ ഫ്രീക്വൻസി സിഗ്നൽ വിത്ത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് കോൾഡ് മോഡുലേഷൻ. ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു ന്യൂ ഫ്രീക്വൻസി സിഗ്നലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ ന്യൂ ഫോം ഓഫ് സിഗ്നൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു മീൻസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതല്ലാതെ ഒരു പുതിയ ഫോം ഓഫ് സിഗ്നലാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The newly produced signal has certain benefits over an unmodulated signal. അൺമോഡുലേറ്റഡ് സിഗ്നലിനേക്കാളും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത് ന്യൂലി പ്രൊഡ്യൂസ്ഡ് സിഗ്നൽസിനാണ്. കാരണം ഇപ്പോൾ നമ്മൾ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സപ്പോസ് ആൻ അനലോഗ് ട്രാൻസ്മിഷൻ മീഡിയം ഈസ് അവൈലബിൾ ടു ട്രാൻസ്മിറ്റ് സിഗ്നൽ, ബട്ട് യു ഹാവ് എ ഡിജിറ്റൽ സിഗ്നൽ ദാറ്റ് നീഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദീസ് അനലോഗ് മീഡിയം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അനലോഗ് ട്രാൻസ്മിഷൻ മീഡിയമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൂടെ നമുക്ക് സിഗ്നൽ ട്രാൻസ്മിഷൻ പ്രോസസ്സ് നടക്കണം. ബട്ട് നമ്മുടെ കയ്യിലുള്ളത് ഡിജിറ്റൽ സിഗ്നലാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ അനലോഗ് മീഡിയത്തിലൂടെ ട്രാൻസ്മിഷൻ നടക്കില്ല. സോ ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക് യു ഹാവ് ടു കൺവേർട്ട് ദ ഡിജിറ്റൽ സിഗ്നൽ ഇൻ ടു ആൻ അനലോഗ് സിഗ്നൽ. സോ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റണം. ദിസ് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സിഗ്നൽ ഫ്രം വൺ ഫോം ടു അനദർ ഫോം ഈസ് കോൾഡ് മോഡുലേഷൻ. ഈ ഒരു പ്രോസസ്സ് മീൻസ് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസിലും കൂടെ യൂസ് ചെയ്യും. മീൻസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതേപോലെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ലോ ഫ്രീക്വൻസി സിഗ്നൽ വി യൂസ് മോഡുലേഷൻ. ഇപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡുലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ലോ ഫ്രീക്വൻസി സിഗ്നൽ ആർ യൂസ്ഡ് ഫോർ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽ മെയിൻലി യൂസ് ചെയ്യുക ഡയറക്റ്റ് ട്രാൻസ്മിഷൻ മീൻസ് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഡയറക്റ്റ് ട്രാൻസ്മിഷന് മാത്രമാണ് ലോ ഫ്രീക്വൻസി സിഗ്നൽ യൂസ് ചെയ്യുക. ബിക്കോസ് ദേ ആർ നോട്ട് സ്ട്രോങ്. മീൻസ് ലോ ഫ്രീക്വൻസി സിഗ്നൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീൻസ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷന് യൂസ് ചെയ്യാൻ കാരണം അതിൻ്റെ സ്ട്രെങ്ത് മീൻസ് അത് വളരെ തീരെ സ്ട്രോങ് അല്ല. സോ അതിനെ ഒന്ന് സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഇപ്പോൾ വളരെ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ സോ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അതിനെ മാറ്റണം. സോ അങ്ങനെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മോഡുലേഷൻ ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. To make these signals travel long distance, we have to increase the strength by modulating them with a high frequency signal. അപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. സോ അതിൻ്റെ ആ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത് കുറവാണ്. സോ ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ യൂസ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വരെ പോസിബിൾ ആക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇൻക്രീസ്. കമ്മ്യൂണിക്കേഷൻ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ മോഡുലേഷൻ മെയിൻലി 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 2 മെയിൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് മോഡുലേഷൻ ആർ ഡിജിറ്റൽ മോഡുലേഷൻ ആൻഡ് അനലോഗ് മോഡുലേഷൻ. ഡിജിറ്റൽ മോഡുലേഷനും അനലോഗ് മോഡുലേഷനുമാണ് മെയിൻ 2 ക്ലാസിഫിക്കേഷൻസ്. ഡിജിറ്റൽ മോഡുലേഷൻ is a technique in which digital signals can be converted into analog signal. അപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ 4 ടൈപ്സ് ആണ് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ മോഡുലേഷൻ, മിനിമം ഷിഫ്റ്റ് കീ, ദെൻ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ, ദെൻ ഫേസ് ഷിഫ്റ്റ് കീ. അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് ഡിജിറ്റൽ മോഡുലേഷൻ്റെ വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റാം. സോ മോഡുലേഷനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ. ആംപ്ലിറ്റ്യൂഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 1 ആൻഡ് ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഡസ് നോട്ട് എക്സിറ്റ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 0. ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് എന്നാണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 ആയിട്ടും ആംപ്ലിറ്റ്യൂഡ് ഇല്ല എന്നാണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 ആയിട്ടാണ്. സോ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനാണത്. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, സോ അത് 1 ആയിട്ടും ആംപ്ലിറ്റ്യൂഡ് ഇല്ല അതുകൊണ്ട് തന്നെ അത് 0 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫിക്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുക. Second classification is minimum shift key. Minimum shift key is the most effective technique of modulation and can be implemented for almost every stream of bits. It is easy and effective than all other. ബാക്കി എല്ലാത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. മോസ്റ്റ്ലി യൂസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ഹാൻഡിൽ 1 and 0
ട്രാൻസിഷൻ ഓഫ് ബൈനറി ബിറ്റ്സ് മീൻസ് 1 and 0 അത് ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതിൻ്റെ എബിലിറ്റിയും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കൊണ്ടാണ് ഇത് മോസ്റ്റ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ. ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് F1 and F2 ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ആയിട്ടുള്ള F1 F2 ആണ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. F1 is used to represent bit 1 and F2 equal to 0. F1 യൂസ് ചെയ്യുന്നത് 1നെ റെപ്രസെൻറ്റ് ചെയ്യാനും F2 യൂസ് ചെയ്യുന്നത് 0നെ റെപ്രസെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. It is also a simple modulation technique but uses different frequencies for different bits. Different bitsന് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ബിക്കം ഹൈ. ഇവിടെ യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് ഹൈ ആണ്. സോ ഇവിടെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത ഫിഗറാണിത്. Then last one is phase shift key. Phase difference is used to differentiate between 1 and 0. More complicated than ASK and FSK. ASK means amplitude shift കീനേക്കാളും അതേ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയും ഫ്രീക്വൻസി ഷിഫ്റ്റിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് ഫേസ് ഷിഫ്റ്റ് കീ. ഈ ഒരു ഇമേജാണ് ഫേസ് ഷിഫ്റ്റ് കീൻ്റെ. ഇപ്പോൾ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ വേവ് ആണ് ഡ്രോ ചെയ്യുന്നത്. ഇപ്പോൾ ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഫേസ് ഓഫ് ദ വേവ് ഈ ഷിഫ്റ്റഡ് ബൈ 180 to π. മീൻസ് സാധാ ഒരു വേവാണ് ബിറ്റ് 1 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 0 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഡിജിറ്റൽ അതേപോലെ അനലോഗ് അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതുവരെ നമ്മൾ ഡിജിറ്റൽ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യുന്നത് അനലോഗാണ്. Analog modulation is a technique which is used in analog data signal transmitted into digital signal. അപ്പം ഡിജിറ്റലിൽ ഓൾറെഡി പറഞ്ഞു. ഡിജിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നതിനെയാണ്. എന്നാൽ അനലോഗ് എന്ന് പറയുമ്പോൾ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസാക്കി മാറ്റുന്നതാണ്. സോ അനലോഗ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ആണുള്ളത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മെസ്സേജ് വിത്ത് എ റേഡിയോ കരിയർ വേവ്. ഈസ് ഈസി ടു ഇംപ്ലിമെൻറ്റ്. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ. നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് റേഡിയോ കരിയർ വേവ്സിൻ്റെ കേസിലാണ്. അതേപോലെ ഈസിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈസ് ദ ഏർലിയസ്റ്റ് മോഡുലേഷൻ ടെക്നിക് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഓഡിയോ ഇൻ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഏർലിയർ മോഡുലേഷൻ ടെക്നിക്കായിരുന്നു ആംപ്ലിറ്റ്യൂഡ്. യൂസ്ഡ് ഇൻ AM റേഡിയോ കമ്മ്യൂണിക്കേഷൻ. ദെൻ അതിൻ്റെ ഇക്വേഷനാണ് F(t) = A cos WCT + M(t) cos WCT ആണിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്.